എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ പ്ലസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. +1 തുല്യത റെഗുലർ പഠനത്തിലൂടെ ഉന്നത വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾക്ക് മാസ്റ്റർ പ്ലസ് എന്ന ഈ ചാനലിലൂടെ +1 പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ് നൽകുകയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ ക്ലാസ് +1 പൊളിറ്റിക്കൽ സയൻസ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ആ ക്ലാസ് ലിങ്ക് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് ഭരണഘടനയുടെ ധർമ്മങ്ങൾ, 5 പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ കണ്ടു. ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടന നിർമ്മാണ സഭ എം.എൻ. റോയിയൊക്കെ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്നും ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നും നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ ഭരണഘടനയ്ക്കും ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുമൊക്കെ വേണ്ടി വാദിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. 1946 ഇന്ത്യയിലേക്ക് വന്ന ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1946 ജൂലൈ മാസത്തിലാണ്. 46 ജൂലൈ മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 46 ജൂലൈ മാസം 10 ലക്ഷത്തിന് ഒരു പ്രതിനിധി എന്ന രീതിയിലാണ്. 10 ലക്ഷത്തിന് ഒരു പ്രതിനിധി എന്ന രീതിയിൽ. മൊത്തം ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? സ്വാതന്ത്ര്യത്തിന് ശേഷം 299 അംഗങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. എത്ര അംഗങ്ങളുണ്ട്? 299. എത്ര അംഗങ്ങളാണ്? 299 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലാണ്. ആദ്യ യോഗം നടക്കുന്നത് 1946 ഡിസംബർ മാസം 9-ാം തീയതി ആദ്യ യോഗം നടക്കുന്നു. ആ യോഗത്തിൽ സഭയിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ സഭയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. സച്ചിദാനന്ദ സിൻഹയെ സഭയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. അല്ലേ? സച്ചിദാനന്ദ സിൻഹയെ അല്ലേ? എന്നാൽ 1946 ഡിസംബർ മാസം 11 ചേർന്ന സമ്മേളനത്തിൽ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയാണ്. H.C. മുഖർജി, T.T. കൃഷ്ണമാചാരി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായിട്ടും തിരഞ്ഞെടുക്കുന്നുണ്ട്. സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു രാജേന്ദ്ര പ്രസാദ്. സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്നൊരു ചോദ്യമുണ്ട്. ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അത് ജവഹർലാൽ നെഹ്റുവാണ്. ഏതാണ് വർഷം? 1946 ഡിസംബർ മാസം 13-നാണ്. 1946 ഡിസംബർ മാസം 13 സഭയിൽ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസൻറ്റ് ചെയ്തതാരാണ്? ജവഹർലാൽ നെഹ്റു. സഭയിൽ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം സഭ ചർച്ച ചെയ്ത് സഭ അംഗീകരിച്ചത് 1947 ജനുവരി മാസം 22-നാണ്. 1947 ജനുവരി മാസം 22-ാം തീയതിയാണ്. 22-ാം തീയതി
സഭയുടെ ലീഗൽ അഡ്വൈസറായിട്ട് ബി.എൻ. റാവു ആണ്. ബി.എൻ. റാവു ആണ് സഭയിലെ ലീഗൽ അഡ്വൈസർ. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ മൊത്തം വനിതകൾ 15 പേരാണ്. 3 മലയാളി വനിതകളുണ്ട്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീനി തുടങ്ങി 3 മലയാളി വനിതകളും സഭയിലുണ്ടായിരുന്നു. 17 മലയാളികളുണ്ടായിരുന്നു. 3 മലയാളി വനിതകളും ഉൾപ്പെടെ 17 മലയാളികളാണ് സഭയിലുണ്ടായിരുന്നത്. 15 വനിതകളുണ്ടായിരുന്നു. സഭയിൽ 8 പ്രധാനപ്പെട്ട കമ്മിറ്റികളുണ്ടായിരുന്നു. റൂൾസ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തുടങ്ങി 8 കമ്മിറ്റികളുണ്ടായിരുന്നു. ഈ 8 കമ്മിറ്റികൾക്കും മൗലികാവകാശ കമ്മിറ്റിയുണ്ട്, യൂണിയൻ പവർ കമ്മിറ്റിയുണ്ട്, മൈനോറിറ്റി കമ്മിറ്റികളുണ്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഈ 8 കമ്മിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റി അല്ലേ. ഇതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ബി.എൻ. റാവു ആണ്. ബി.എൻ. റാവു ഇതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി, കരട് ഭരണഘടന തയ്യാറാക്കി ആർക്ക് കൊടുത്തു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് കൊടുത്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് കൊടുക്കുകയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരുടെ അധ്യക്ഷതയിലാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ അധ്യക്ഷതയിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൂടിയത്. ആരുടെ അധ്യക്ഷതയിൽ? ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൂടിയത്. മൊത്തം എത്ര അംഗങ്ങൾ? ഒരു അധ്യക്ഷൻ, ചെയർമാൻ ആരാണ്? അംബേദ്കർ. മറ്റ് 6 അംഗങ്ങളും അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യർ, കെ എൻ മുൻഷി, സയ്യിദ് മുഹമ്മദ് സഹദുള്ള, എൻ മാധവറാവു, ടി കൃഷ്ണമാചാരി തുടങ്ങിയിട്ട് 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. 7 അംഗങ്ങൾ അല്ലേ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ മൊത്തം 164 ദിവസം സമ്മേളിച്ചു. 164 ദിവസം സമ്മേളിച്ചു. 11 സെക്ഷനിലായിട്ട് സമ്മേളിക്കുകയാണ് അല്ലേ. മൊത്തം ഭരണഘടന നിർമ്മിക്കാനെടുത്ത സമയം 2 വർഷവും 11 മാസവും 17 ദിവസം അല്ലെങ്കിൽ 18 ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ മീറ്റിംഗ് നടന്നത് 1949 നവംബർ മാസം 26-നാണ് അല്ലേ. 284 അംഗങ്ങൾ അതിൽ പങ്കെടുത്തു. എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ ഒപ്പുവെക്കപ്പെട്ടത് 284 അംഗങ്ങളാണ്. അവസാന മീറ്റിങ്ങിൽ പങ്കെടുത്ത അവർ ഭരണഘടനയിൽ അവസാനമായി അംഗീകരിച്ച് ഒപ്പുവെച്ചു. ഈ ഒരു വർഷത്തിൻ്റെ പ്രാധാന്യം 1949 നവംബർ 26 എന്നുള്ള വർഷം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സൂചിപ്പിക്കുന്ന ഏക വർഷവും മാസവുമാണ് 1949 നവംബർ 26 എന്നുള്ളത്. ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി മാസം 26. 1950 ജനുവരി മാസം 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. 395 ആർട്ടിക്കിൾ, 8 പട്ടികകളുമായി 12 ഷെഡ്യൂൾഡുമായിട്ട് ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായിട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടന നിർമ്മിക്കുന്നതിൽ ഭരണഘടന നിർമ്മാണ സഭയിൽ ഗാന്ധിജി ഒരിക്കലും അംഗമല്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൽ അംഗമല്ലായിരുന്നു. ഭരണഘടന നിർമ്മാണ സഭയുടെ മൊത്തം അംഗങ്ങൾ 299 അംഗങ്ങളാണ്. ഇതാണ് ഭരണഘടനാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഓരോ പോയിന്റുകളും വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ മാസം 9, രണ്ടാമത്തെ സമ്മേളനം ഡിസംബർ മാസം 11, 1946. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇതിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇതിൻ്റെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ്. ഇതിന് ലീഗൽ അഡ്വൈസർ ബി.എൻ. റാവു ആണ് അല്ലേ. 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്. ഭരണഘടന നിർമ്മാണ സഭ സമ്മേളിച്ചത് പഴയ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലാണ്. ഇപ്പോൾ സെൻട്രൽ വിസ്തയാണ്. പഴയ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലാണ് ഭരണഘടന നിർമ്മാണ സഭ സമ്മേളിച്ചിട്ടുള്ളത്.
ഭരണഘടനാ നിർമ്മാണ സഭ അല്ലേ, ഒരു നിയമനിർമ്മാണ സഭയായിട്ട് എന്താണ് സമ്മേളിച്ചത് 1947 അല്ലേ, ഓഗസ്റ്റ് മാസം 15 ശേഷമാണ് അല്ലേ. അവിഭക്ത അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടേതായിട്ട് സമ്മേളിച്ചത് ആദ്യ യോഗം 1940 ഓഗസ്റ്റ് മാസം 14 പാകിസ്ഥാൻ വിട്ടുപോയല്ലോ അല്ലേ. അങ്ങനെ ഇന്ത്യക്ക് മനോഹരമായ ഒരു ഭരണഘടന, എഴുതപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ നിർമ്മാണ സഭ സമ്മാനിച്ചു. അങ്ങനെ ഇന്ത്യയുടെ ജനതയുടെ എക്കാലത്തെയും ചിരകാല അഭിലാഷം പൂവണിയുകയാണ് ആ സമയത്തുണ്ടായത്. ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ, നെഹ്റുവിൻ്റെ സ്വപ്നങ്ങൾ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്വപ്നങ്ങളൊക്കെ എന്താണ് ഈ ഭരണഘടനയിൽ ഇഴചേർന്ന് ഈ രാജ്യത്തെ പുഷ്കലമാക്കാൻ, ഈ രാജ്യത്തെ സമ്പന്നമാക്കാൻ, ഈ രാജ്യത്തെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാൻ ഈ ഭരണഘടന പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മിച്ചു തന്നത്. ഇതിലെ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിച്ച് നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുക. ഈ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. മാസ്റ്റർ പ്ലസ് എന്ന ഈ ചാനലിലൂടെ +1 +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സാണ് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്നത്. എല്ലാവരും ഈ ചാനൽ കണ്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കുന്നതാണ്. ആ രീതി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയി നിങ്ങളുടെ ഉന്നതമായ വിജയത്തിന് എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കാൻ മാസ്റ്റർ പ്ലസ് എന്ന ഈ ചാനൽ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ ഓൾ.